Udin din 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 dun, madin din din dun merupakan. ഓടിക്കോ ഓടിക്കോ. നീയൊക്കെ എത്ര ദൂരം പോകാൻ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന? നിന്നെയൊക്കെ ഞാനിന്ന് പിടിച്ചിരിക്കും. അങ്ങനെ ഉദീൻ അവരെ പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അവരെല്ലാം രക്ഷപ്പെട്ടതായിട്ടാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഉദീൻ എന്തായാലും അവരെ വിട്ടുകളയാൻ സാധ്യതയില്ല. ഓടി ഓടി നമ്മൾ ഏതോ കൊടുങ്കാട്ടിൽ എത്തിപ്പെട്ടത്. ചിലപ്പോ ഓറഞ്ച് മനുഷ്യൻ തന്നെ ആയിരിക്കും. നമ്മളെ ചിലപ്പോ ട്രാപ്പിലാക്കാൻ വേണ്ടി സൗണ്ട് മാറ്റി എന്തോ കരയുക. ആ ഭാഗത്ത് എവിടെ ഒന്നിന്റെ കരച്ചിലേക്കുന്നത്? ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ഓ ഓറഞ്ച് മനുഷ്യൻ നമ്മളെ ആക്രമിക്കാൻ വന്ന പോലെ ഇനി വേറെ ഏതെങ്കിലും കുട്ടികളെ ട്രാപ്പിലാക്കി കാണുമോ? അയ്യോ പാവം പാവം, വാ നമുക്ക് ഔട്ട് അതിനെ രക്ഷിക്കാം. പിള്ളേരെ ഇവിടുന്ന് മാറി നിന്നെ. വഴുതക്കാടും വെള്ളയമ്പലൊക്കെ നോക്കിക്കാതെ ഞാൻ ആ കൊച്ചു കുട്ടിയെ രക്ഷിക്കട്ടെ. ഓറഞ്ചുകളുടെ ഇടയിൽ പെട്ടുപോയ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മധു ഒരുപാട് പാടുപെടാൻ വേണ്ടിയിട്ട് പോവാ. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ തീരൂ. ഇതെന്തായാലും ആ ഓറഞ്ച് മനുഷ്യന്റെ പണി തന്നെ. അതുകൊണ്ട് ഞാൻ കൊച്ചുകുട്ടിയുടെ ദേഹത്ത് ആ ഓറഞ്ചിന്റെ വിതറി ഇട്ടേക്കുന്നത്. ഓന്റെ അമ്മോ, ഓറഞ്ചിന് ഒടുക്കത്തെ വെയിറ്റ്. ഞാനിവിടെ പിടിക്കണം മധു. വേണ്ട രാമേട്ട, ഞാൻ തന്നെ പിടിച്ചോളാം. ഓ, ഓരോ ഓറഞ്ചിന് എനിക്ക് 10 കിലോ അരിയുടെ വെയിറ്റ് ഉണ്ടല്ലോ. ആ ഇവിടെ കിടക്കട്ടെ. ആ അങ്ങനെ എടുത്തത് പോരട്ടെ പോരട്ടെ. അയ്യോ ഇതാരാ? മോളെ ആവണി, നീ അറിഞ്ഞോടി? എന്റെ കൊച്ചുമോളായത് ആവണി. അതായത് എന്റെ മകന്റെ മകള്. മോളെ നീ പറ, എങ്ങനെ നീ ഇവിടെ എത്തി? ആ ഓറഞ്ച് മസിൽമാൻ ചെയ്ത പണി തന്നെ ഇത്. ഒന്ന് നോക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാം. എവിടെ പോവാ എല്ലാരും കൂടെ? നീയൊക്കെ അങ്ങ് രക്ഷപ്പെട്ട് കളയാന്ന് വിചാരിച്ചോ? എന്റെ ഓറഞ്ച് എടുത്ത് കളയുവല്ലേ? ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ഇട്ടിരുന്ന ഓറഞ്ച് അല്ലേ ഇത്? ഇത് ആരെടുത്ത് മാറ്റിയത്? Din 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 dun merupakan sosok jeruk yang memiliki madin din 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 dun, madin din din dun. ഇപ്പൊ ചേച്ചിയും ചേട്ടനും എല്ലാം ഞാൻ വക വരുത്തി തരാം. എല്ലാത്തിനെയും ഓടിച്ച് ഓറഞ്ച് മരത്തിന്റെ മുകളിൽ കയറ്റണം. ആവണി മോളെ ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഈ മരത്തിന്റെ മുകളിൽ കയറാം. നമുക്ക് എല്ലാവർക്കും മരത്തിന്റെ മുകളിൽ കയറാം. ഓ അങ്ങനെ ഞാനും കേറി. എന്നാ പിന്നെ കയറണ്ട കയറണ്ട. കയറി ഇങ്ങനെ മറിഞ്ഞു വീണാലോ? നിങ്ങളൊരു കാര്യം ചെയ്ത് താഴെ തന്നെ ഒളിക്ക്. താഴെ സ്ഥലം കാണൂല്ലേ? 2 പേർക്കത്തിന് ഒളിക്കാനുള്ള സ്ഥലമുണ്ട് താഴെ. എന്റെ മരത്തിന്റെ മുകളിൽ കേറിയോ? മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നവരെല്ലാം സാറ്റ്. നിങ്ങൾ ഇത് ഏത് മരമാന്ന് വിചാരിച്ചിട്ടാ കേറിയത് മരത്തിന്റെ മുകളില്? ഇത് ഏത് മരമാടി? പ്ലാവോ? അത് വേറെ 2 മരമില്ലേ? ഇത് വേറെ ഒരു മരമല്ല, എന്റെ ഓറഞ്ച് മരം.
നമ്മൾ മൈൻഡ് ചെയ്യണ്ട, അയാൾ നമ്മളെ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അയ്യോ, ഇത് ഓറഞ്ച് മരമായിരുന്നു. അയാൾ ഓറഞ്ച് ഇഷ്ടപ്പെട്ട് കിടക്കുന്നത്. അയാൾ നമ്മളെ വീണ്ടും ട്രാപ്പിലാക്കിയതാ. വേറെ ഏതോ മരം എന്ന് വെച്ചിട്ട് നമ്മൾ കയറിയത്. പക്ഷെ കയറി കഴിഞ്ഞ പക്ഷെ അയാളുടെ ട്രാപ്പ് അറിഞ്ഞത് അയാളുടെ മരം തന്നെ ആയിരുന്നു, ഓറഞ്ച് മരം. ഈ ഓറഞ്ച് മരത്തിൽ കയറി എല്ലാത്തിനും ഞാൻ പിഴുതോണ്ട് പോകും, മരത്തോടു കൂടി. ഹേയ് ഓറഞ്ച് മനുഷ്യൻ, നിങ്ങൾ എന്തിനാ ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നിങ്ങളാരും തെറ്റ് ചെയ്തില്ല. പക്ഷെ നിങ്ങളും ആ പ്രായമുള്ള മനുഷ്യന്റെ കൂടെ കൂടിയില്ലേ? അയാളും അയാളുടെ കൊച്ചുമോളും കൂടെ എന്നോട് ഈ ചതി ചെയ്തത്. ഞങ്ങളോ? ഞങ്ങൾ എന്ത് ചെയ്തു? എന്റെ കൊച്ചുമോളോ ആവണി എന്താ നിങ്ങളോട് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാവോ ഞാൻ ആരാന്ന്? നിങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വിഷ്ണു ഇല്ലേ? വിഷ്ണുവാ ഞാൻ. അയ്യോ, ആവണി മോളോട് കളിക്കാൻ വരുന്ന വിഷ്ണു എങ്ങനെ ഇങ്ങനായി? ഞങ്ങൾ അയലത്ത് താമസിക്കുന്നല്ലേ വിഷ്ണു, നീ എങ്ങനെ ഇങ്ങനായി? എനിക്ക് ഓറഞ്ചിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാവോ? ഞാൻ 24 മണിക്കൂർ ഓറഞ്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ചോറിന് പകരം ഞാൻ കഴിക്കുന്ന ഓറഞ്ചായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഞാൻ കഴിക്കുന്ന ഓറഞ്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം എനിക്ക് ഓറഞ്ചായിരുന്നു. വിഷ്ണു, നിന്റെ അമ്മ എപ്പോഴും എന്നോട് വന്ന് പരാതി പറയുമായിരുന്നു. വിഷ്ണു ആണെങ്കിൽ എപ്പോഴും ഓറഞ്ച് കഴിക്കത്തുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് ഓറഞ്ച് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഓറഞ്ച് എനിക്ക് എപ്പോഴെങ്കിലും വേണം. ഓറഞ്ചിന്റെ സീസൺ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ഓറഞ്ചിന് വേണ്ടിയിട്ട് എവിടെല്ലാം അലഞ്ഞെന്നറിയോ? അങ്ങനെ ഞാൻ ഒരുപാട് ദൂരത്ത് പോയിട്ട് എങ്ങും ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് കടകളിൽ അന്വേഷിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഒന്നും എനിക്ക് ഓറഞ്ച് കിട്ടിയില്ല. ഞാൻ അങ്ങനെ അവസാനം ദൂരെ ഒരു സ്ഥലത്ത് പോയി ഓറഞ്ച് കൊണ്ടുവന്നു. എവിടെയാണെന്നറിയോ? നാഗ്പൂർ പോയിട്ട് പോലും എനിക്ക് ആകെപ്പാടെ 1 കിലോ ഓറഞ്ച് കിട്ടിയുള്ളൂ. ആ 1 കിലോ ഓറഞ്ച് ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ച് ജ്യൂസ് അടിച്ചിട്ട് ഞാനെങ്കിൽ ഗ്ലാസ്സിനകത്ത് വെച്ചിരുന്നു. നോക്കിയപ്പോഴത്തേക്ക് ആവണി എടുത്ത് കുടിച്ചത്. അങ്ങനെ എന്റെ നിയന്ത്രണം വിട്ടു. ഞാൻ അങ്ങനെ ഈ മസിൽമാനായിട്ട് മാറി. എന്റെ ദേഷ്യത്തിൽ നിന്ന് ഞാൻ മസിൽമാനായിട്ട് മാറി. വൈരാഗ്യം എനിക്ക് നിങ്ങളോടുള്ളത്. എല്ലാത്തിനും ഞാൻ വക വരുത്തും. അങ്ങനെ ആ ഓറഞ്ച് മനുഷ്യൻ മസിൽമാനായ ഉദീൻ അവരെ എല്ലാവരെയും മരത്തോടു കൂടി തന്നെ പിഴുതോണ്ട് പോയി. അങ്ങനെ അമ്മിണിയും കുട്ടുമോനും കൂടെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അവരെ എങ്ങനെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തിരക്കി നടക്കുക. അവസാനം അവരൊരു മിക്സി സംഘടിപ്പിച്ചു. ഇനി നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. എല്ലാത്തിനും ഞാൻ പപ്പടമാക്കി തരും ഇപ്പം. ആരാ? എന്താ? നീയൊക്കെ എന്റെ രക്ഷപ്പെട്ടായിരുന്നോ? ഇപ്പഴാണോ നീയൊക്കെ എത്തിയത്? ഹായ്, ഓറഞ്ച് ജ്യൂസ് കൊതി വരുന്നു. ഇങ്ങതാ, ഞാൻ കുടിക്കട്ടെ? ഹായ്, എന്ത് ടേസ്റ്റ്. എന്റെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാന്നുള്ളത്. അതല്ലേ ഈ ആവണി എന്ന് പറഞ്ഞ് കുട്ടി കുടിച്ചത്. അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യമായത്. ഇപ്പൊ എന്തായാലും എന്റെ ദേഷ്യം മൊത്തം തീർന്ന്. ആ ജ്യൂസ് കുടിച്ചതോടെ എന്റെ ദേഹം മൊത്തം തണുത്ത്. വിഷ്ണു, ഞാൻ ആ മസിൽമാൻ തന്നെ ആയിരുന്നപ്പോ കഥ എന്നെ പറഞ്ഞല്ലായിരുന്നോ? ഞാൻ ഉദീനായിട്ട് മാറിയത് കണ്ടില്ലായിരുന്നോ? അപ്പൊ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് ഈ ഓറഞ്ച് ഭയങ്കര കൊതിയാന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? അന്ന് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഓറഞ്ച് ആക്കി സംഘടിപ്പിച്ചോണ്ട് വന്ന് ജ്യൂസ് അടിച്ച് വെച്ചപ്പോഴത്തേക്കാണെങ്കിൽ ആവണി അത് കുടിച്ചില്ലേ. എനിക്കത് അങ്ങനെ ദേഷ്യമായി പോയത്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ജ്യൂസ് കിട്ടിയപ്പോഴാണ് ഞാൻ നോർമൽ ആയത്. ഞാൻ അതിന് താങ്ക്സ് പറഞ്ഞത് ഈ കുട്ടിയുടെ പേരെന്താ മോളുടെ? നല്ല പേര് അമ്മിണി. ഇനി നമുക്ക് ഫ്രണ്ട്സ് ആകാം കേട്ടോ. അതെ, മോളാണെങ്കിൽ എന്തായാലും ഈ വിഷ്ണുവിനെ തിരിച്ചെടുത്തില്ലേ. അവനൊരു മനുഷ്യരൂപമായിട്ട് തന്നെ മാറിയല്ലോ. അതുകൊണ്ട് അമ്മിണി മോൾ ഇത്ര ബുദ്ധിമതിയായിരുന്നു. എന്തായാലും ഞാൻ
അങ്ങനെ ഉദീൻ വിഷ്ണുവായിട്ട് മാറുകയും ചെയ്തു. എല്ലാവരും ഹാപ്പിയായി. അമ്മിണി അതിന് കാരണക്കാരി.